ഓക്കെ, അപ്പോൾ വന്നൊരു ക്രെഡിറ്റ് എഫ് ഓഫ് എക്സ് ഞാൻ എടുത്തു. എഫ് നോട്ട് എക്സ് റേസ് 10 പ്ലസ് എ വൺ എക്സ് റേസ് 10 മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ഈക്വൽ ടു 0. x1 x2 എക്സെട്രാ എക്സ് എൻ എന്താണ് ഈ ഡിഗ്രി പോളിനോമിയലിന്റെ റൂട്ട്സ് ആണ്. എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് റീപ്ലേസ് ചെയ്തു, അപ്പോൾ ഇങ്ങനെയായി മാറി. പിന്നെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ്. ഇതിന് ഇടയിലുള്ള സ്റ്റെപ്പ് ആവശ്യമില്ല കേട്ടോ, നമുക്ക് ആ ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് മാത്രം മതി. ബൈ ടൈലേഴ്സ് ഫോർമുല എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു ഡാഷ് എക്സ്. റിസൾട്ട് അറിയണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എച്ചിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. കമ്പയർ കോഎഫിഷ്യന്റ് ഓഫ് എച്ച്. ഇവിടെ എച്ചിന്റെ കോഎഫിഷ്യന്റ് ആരാ? എഫ് ഡാഷ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു അവിടെയോ എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് എൻ. ഇക്വേഷൻ നമ്പർ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ്. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആ എഫ് ഓഫ് എക്സിനെ ഇവിടെ ഇതിൽ എഫ് ഓഫ് എക്സ് കോമൺ അല്ലേ, എഫ് ഓഫ് എക്സ് കോമൺ എടുത്തിട്ട് അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. റിയാസ് by f of x equal to 1 by x minus x1 plus etc plus 1 by x minus xn. ഇനി ഞാൻ പറയണേ ഇപ്പൊ x1 x2 etc xn റൂട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചില റൂട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം അല്ലേ, ഇത് മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെയുള്ള റൂട്ടിനെ എ ബി സി etc എൽ. ഈ എന്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫയാണ്, ബിന്റെ മൾട്ടിപ്ലിസിറ്റി ബീറ്റയാണ്, സിന്റെ മൾട്ടിപ്ലിസിറ്റി ബീറ്റ. ഇനി എന്ത് ചെയ്യും? അപ്പൊ നമ്മളെ എഫ് ഡാഷ് എക്സ് എന്തായി മാറും? നോക്കട്ടോ, ഇവിടെ എഫ് ഡാഷ് എക്സ് വന്നപ്പോ ഈ എക്സ് വണ്ണിന്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫ ബൈ കോഡ് എക്സ് മൈനസ് സി എന്നാണ്, എക്സ് മൈനസ് എ എന്നാണ് കേട്ടോ ഫസ്റ്റ് വേണ്ടി. ഞാൻ ഇതിലേക്ക് മാറിയതാട്ടോ. ബീറ്റ ബൈ എക്സ് മൈനസ് പി പ്ലസ് എക്സെട്രാ പ്ലസ് ലാംഡ ബൈ എക്സ് മൈനസ് എൽ. എന്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫ, ബിയുടെ മൾട്ടിപ്ലിസിറ്റി ബീറ്റ, എല്ലിന്റെ മൾട്ടിപ്ലിസിറ്റി ലാംഡ. ഈ രൂപത്തിൽ മാറും. അപ്പൊ ഈ 3 ഇക്വേഷൻ മതി ഇവിടെ, ഇതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഓക്കെ, ഇനി അടുത്ത ലംബം പറയുന്നത് when x increases and passes through a real root of f of x, the quotient f dash x by f of x on becoming infinite changes minus to plus or passes from minus infinity to infinity. നമ്മൾ എന്താണ് x ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഈ ആ quotient f dash x by f of x ഇത് minus infinity to plus infinity നോട്ടാണ് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി റോൾസ് തിയറം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. അതും അതിൻ്റെ അടിയിൽ പറയുന്ന കൊറോളറി വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. കൊറോളറിയാണ് യൂസ് ചെയ്യുന്നത്. എന്താ പറഞ്ഞു? between two consecutive root real root a and b of a polynomial f of x there is at least one and there is
at least 1 and at any rate an odd number of roots. Of its derivative f dash x. എന്താ തീരം പറഞ്ഞേ? f of x ന്റെ രണ്ട് അടുത്തടുത്ത റൂട്ടുകളാണ് a യും b യും. f of x ന്റെ അടുത്തടുത്ത രണ്ട് റൂട്ടുകളാണ് a യും b യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f dash x ന് ഈ a ന്റെ b ന്റെ ഇടയിൽ എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും. ഈ അഥവാ റൂട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ അതവിടെ പറഞ്ഞത് വൺ ആൻഡ് അറ്റ് എനി റേറ്റ് ഓഫ് അടുത്തടുത്തുള്ള ആറ് റൂട്ട് എഫ് ഓഫ് എക്സിന്റെ റൂട്ടാണ് എയും ബിയും. എന്റെ ബിന്റെ എഫ് ഓഫ് എക്സിന്റെ റൂട്ടാണ്. എഫ് ഓഫ് എക്സിന്റെ അടുത്തടുത്ത റൂട്ടായ എന്റെ ബിന്റെ ഇടയിൽ എഫ് ഡാഷ് എക്സിന് അറ്റ്ലീസ്റ്റ് ഒരു റൂട്ട് ഉണ്ടാവും. അതന്നെ ഈ എയും ബിയും അടുത്തടുത്ത ആൾക്കാരല്ലേ? ആരെ? എഫ് ഓഫ് എക്സ് അല്ലേ? ഓക്കെ മതി. ഇനി അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇനി അഥവാ വേറെ കൂടുതൽ ഉണ്ടെങ്കിൽ ആ നമ്പർ ഓഡ് നമ്പർ ആയി. ഞാൻ ആളുടെ അതിന്റെ കൊറോളറി. ആ കൊറോളറി ഇമ്പോർട്ടന്റ് ആണ്. ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റൂട്ട്സ് സി ആൻഡ് ഡി ഓഫ് എഫ് ഡാഷ് എക്സ്. ഇനി എഫ് ഡാഷിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് റൂട്ടിന്റെ ഇടയിൽ അറ്റ് മോസ്റ്റ് വൺ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ഏറ്റവും കൂടി പോയാൽ എഫ് ഓഫ് എക്സിന് ഒരു റൂട്ട് ആയിരിക്കും. എഫ് ഡാഷ് എക്സിന്റെ അടുത്തടുത്ത രണ്ട് റൂട്ട് റോസിയ പറഞ്ഞത് എഫ് ഓഫ് എക്സിന്റെ അടുത്തടുത്ത രണ്ട് റൂട്ടിന്റെ ഇടയിൽ എഫ് ഡാഷ് എക്സിന് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും. ഇത് പറയുന്നത് ഇതിന് കൊറോളറി പറയുന്നത് എഫ് ഡാഷ് എക്സിന്റെ അടുത്തടുത്ത രണ്ട് റൂട്ടിന്റെ ഇടയിൽ കൂടിപ്പോയാൽ എഫ് ഓഫ് എക്സിന് ഒരു റൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റൂട്ട് അവിടെ ഒന്നോ സീറോയോ ആയിരിക്കും. കൂടിപ്പോയ ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നോ സീറോയോ. ചിലപ്പോൾ ഉണ്ടാവില്ല റൂട്ട്, അല്ലെങ്കിൽ കൂടിപ്പോയ ഒന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ റോൾസ് തിയർ എന്താ? ഈ കൊറോളറി എന്താ? ഇവിടെ വെള്ളം എന്തോ സംശയം പറ. റോൾസ് തിയർ എന്താ പറയുക? പോരാ എന്താ മനസ്സിലായത്? ആറ് റൂട്ടിന്റെ ഇടയിൽ ആറിന്റെ എഫ് ഓഫ് എക്സിന്റെ രണ്ട് റൂട്ട് ആരൊക്കെയാണ്? ഓക്കെ ആരുണ്ടാവുക? ഷെറാനാണോ ഉണ്ടാവുക? എഫ് ഡാഷ് ഓഫ് എക്സിന്റെ അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും. എഫ് ഓഫ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് റൂട്ടിന്റെ ഇടയിൽ എഫ് ഡാഷ് എക്സിന് അറ്റ്ലീസ്റ്റ് ആ ടേം ഇമ്പോർട്ടന്റ് അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും എഫ് ഡാഷ് എക്സിന് ഉണ്ടാവും. ഇങ്ങനെ കൊറോളറി എഫ് ഡാഷ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് റൂട്ടിന്റെ ഇടയിൽ എഫ് ഓഫ് എക്സിന് അറ്റ്മോസ്റ്റ് ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും. സീറോയോ അല്ലെങ്കിൽ വണ്ണോ റൂട്ട് എണ്ണ കേട്ടോ. ഈ റൂട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഓക്കെ അറ്റ്മോസ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. Question. Separate the roots of the equation. Separate the roots of the equation f of x
ചെയ്യണം? അപ്പൊ കൊറോളറി ചെയ്യണം. കാരണം നമുക്ക് എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകളാണ് വേണ്ടത്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ റൂട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഡാഷ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് റൂട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം എഫ് ഓഫ് എക്സ് എടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x raised to 5 minus 5x raised to 4 plus 10x square minus 10x plus 1. f dash x കാണാം. എന്ത് വരും? 10x raised to 4 minus 20x cube plus 20x minus 10. Okay. ഇനി ഇവിടുന്ന് എനിക്ക് 10 കോമൺ എടുത്താലോ? x raised to 4 minus 2x cube plus 2x minus 1. 10 കോമൺ എടുത്തു. ഇതിലേക്ക് എങ്ങനെയാ? x minus 1 whole cube into x plus 1. ഇതെങ്ങനെ ആക്കുന്നത് ആക്കട്ടെ. എല്ലാ ഡിഗ്രി സോൾവ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചാണ് കുറെ മെത്തേഡുകൾ. അപ്പോൾ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് എക്സിന്റെ 0 പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് അല്ലേ? അപ്പോൾ 10 into x minus 1 whole cube into x plus 1. നമുക്ക് എന്ത് കിട്ടും? x equal to 1 കിട്ടും. x equal to minus 1 കിട്ടും. 1ന്റെ റൂട്ട് എത്ര വരുന്നത്? മൾട്ടിപ്ലിസിറ്റി എത്രയാണ്? 3 വരുന്നത്. 1ന്റെ മൾട്ടിപ്ലിസിറ്റി 1 വരുന്നത്. minus 1ന്റെ 1. minus 1ന്റെ 1 1ന്റെ 3 വരും. അപ്പോൾ 4 ഡിഗ്രി ആണ് 4 റൂട്ടായി അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. 1ഉം നമ്മളോട് പറഞ്ഞ എന്താ തിയറം? കൊറോള കണ്ടത് കോൺസിക്യൂട്ടീവ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും between two അല്ല അടുത്തടുത്ത റൂട്ടുകൾ. അപ്പോൾ അടുത്തടുത്ത റൂട്ട് മീൻസ് ഒരാളാവുണ്ടല്ലോ. അപ്പോൾ 1 minus 1 ഞാൻ എടുത്തു. 1ഉം minus 1ഉം ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഓഫ് എഫ് ഡാഷ് എക്സിന്റെ രണ്ട് റൂട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഈ -1ൽ 1 വെച്ച് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ -∞, 1 minus 1 1 ഇൻഫിനിറ്റി ആ വാല്യൂസിൽ എന്താണ് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ വരിക നോക്കുക. സൈൻ ചേഞ്ച് നോക്കുക. ഏതിൻ്റെ ഇടയിലൊക്കെ റൂട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ എന്താ പറയുക -1ഉം 1ഉം ഇവിടെ -∞ ഇത് +∞ പോവാണ് അല്ലേ? അപ്പോൾ ഇത് ആരുടെ റൂട്ടുകളാണ്? എഫ് ഡാഷ് എക്സിന്റെ റൂട്ടാണ്. നമ്മളോട് കുറവായി പറഞ്ഞ എഫ് ഡാഷ് എക്സിന്റെ രണ്ട് റൂട്ടുകൾക്കിടയിൽ അറ്റ്മോസ്റ്റ് 1 റൂട്ടെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടോ നോക്കാം. ഒന്നുകിൽ റൂട്ട് ഉണ്ടാവും, ഒന്നുകിൽ ഇവിടെ സൈൻ ചേഞ്ച് പ്ലസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുണ്ടാവും, ഇതിന്റെ ഇടയിലൊന്നുണ്ടാവും, ഇതിന്റെ ഇടയിലൊന്നുണ്ടാവും, ഇതിന്റെ ഇടയിലുണ്ടാവും അല്ലെ? മൂന്നിന്റെ ഇടയിലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇല്ലാതിരിക്കും ചെയ്യാം. അത് ഒരേ സൈൻ വന്നാൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂടിപ്പോയ ഒരു റൂട്ടിലും ഉണ്ടാവും. അപ്പോൾ കൺസിഡർ എഫ് ഓഫ് -∞, എഫ് ഓഫ് -1, എഫ് ഓഫ് 1, എഫ് ഓഫ് ഇൻഫിനിറ്റി. ഇത്രയും ആൾക്കാരെ കാണും. അപ്പോൾ എഫ് ഓഫ് -∞ നോക്കാം ആദ്യം. എഫ് ഓഫ് -∞ ഈക്വൽ ടു ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഇതിൽ കൊടുക്കണം. എഫ് ഓഫ് എക്സിൽ വാല്യൂ കൊടുക്കാം. 2 into -∞ all raised to 5 minus 5 4 അല്ലേ? 5 അല്ലേ? -5 into -∞ raised to 4 plus 10 into -∞ whole square minus 10 into -∞ plus 1. ഇത് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരും? പിന്നെ raised to 5 ആയതുകൊണ്ട് നെഗറ്റീവ് വരും അല്ലേ? പിന്നെ ഇത് ഓൾറെഡി ഇവിടെ പ്ലസ് ആവശ്യം ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇത് ലാസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ? ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് നെഗറ്റീവ് വാല്യൂ അല്ലേ? അപ്പോൾ നമ്മുടെ മൊത്തം റിസൾട്ട് എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പോൾ നെഗറ്റീവ് +0. ഈ എഫ് ഓഫ് -1 നോക്കാം. -1 നോക്കുമ്പോൾ 2 into -1 all raised to 5 minus 5 into -1 raised to 4 plus 10 into -1 whole square minus 10 into -1 plus 1 ചെയ്യുമ്പോൾ 40 എന്ന് വരും. 40 അത് പോസിറ്റീവ് ആണ് അല്ലേ? എഫ് ഓഫ് 1 നോക്കാം. എഫ് ഓഫ് 1 വരുമ്പോൾ 2 into 1 raised to 5 minus 5 into 1 raised to 4 plus 10 into 1 minus 10 into 1 plus 1. വാല്യൂ 2 minus 5 plus 1 വരും. <0 നെഗറ്റീവ്. എഫ് ഓഫ് ഇൻഫിനിറ്റി കൂടി കാണാം. എഫ് ഓഫ് ഇൻഫിനിറ്റി ഇതുപോലെ കാണുമ്പോൾ എല്ലാവരും എന്താണ് 2 raised to infinity raised to 5 2 into 2 raised to infinity raised to 5 minus 5 into infinity raised to 4 plus 10 into infinity അല്ലേ? നമുക്ക് ഇൻഫിനിറ്റി തന്നെ വരിക, പോസിറ്റീവ് വരിക.
which is positive. അപ്പോൾ നോക്കാം ഇതിന്റെ സൈനുകൾ എഴുതാം. f of minus infinity ഓർഡറിൽ എഴുതാം. f of minus 1, f of 1, f of infinity. മൈനസ് ഇൻഫിനിറ്റിന്റെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ സൈൻ ചേഞ്ച് ആരോടെ പിള്ളേരോടെ ഉണ്ട് അല്ലേ? ഇവിടെ ഒന്നുണ്ട്, പിന്നെ അവിടെ പണിയിലോട്ട് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ വേരിയേഷൻസ് എത്ര വരും? 1, 2, 3 അല്ലേ? സൈൻ ചേഞ്ച് വേരിയേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് സൈൻ ചേഞ്ച് ഈക്വൽ ടു 3. വേരിയേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് സൈൻ ചേഞ്ച് ഈക്വൽ ടു 3. f of x ന് 3 സിമ്പിൾ റിയൽ റൂട്ട് ഉണ്ടാവും. On the interval f of x equal to 0 have 3 simple real root. On each interval like interval either minus infinity, minus 1, minus 1, 1, 1, infinity. Okay. എന്താണോ എന്താ ചെയ്യുന്ന ഈ കരയുന്ന Find the number of real roots of the equation x raised to 4 minus 4x. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലേ? f dash x ന്റെ രണ്ട് റൂട്ട് കണ്ടു. ആ രണ്ട് റൂട്ടിനിടയിൽ നമുക്ക് f of x ന്റെ റൂട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. സിംപ്ലിറ്റി കാണാൻ കുട്ടി കാണാൻ 1 കാണാൻ -1 കാണാൻ വാല്യൂസ് കാണാൻ എവിടേക്കാണോ സൈൻ ചേഞ്ച് നോക്കുക അത്രയും ആ സൈൻ ചേഞ്ച് ഉള്ളിടത്ത് എന്താണ് നമ്മളെ f of x ന് റൂട്ട് ഉണ്ടാവും. 3 റൂട്ട് ഉണ്ട് കിട്ടി. ഓക്കെ, 3 റിയൽ നേടാൻ കാരണം ഇവിടെ റേസ് 5 ആണ്. ബാക്കിയുള്ളവർ കോംപ്ലക്സ് ആയിരിക്കും. Find the number of real roots of the equation f of x equal to x raised to 4 minus 4ax plus b equal to 0. അപ്പോൾ മറ്റടുത്ത് ചെയ്ത പോലെ എന്ത് ചെയ്യാം? f dash x കാണുക. f dash x equal to 0 കൊടുക്കുക. അപ്പോൾ f of x ആണ്. ശ്രദ്ധിക്കണം, minus 4ax plus b. f dash x കാണുമ്പോൾ 4x cube minus 4a 4a അല്ലേ? ഇതിന് ഞാൻ എന്ത് പുറത്തെടുക്കുക? 4നെ പുറത്തെടുക്കുമ്പോൾ x cube minus a വരും. അപ്പോൾ f dash x equal to 0 implies എന്ത് വരും? 4 into x cube minus a equal to 0. അപ്പോൾ എന്ത് കിട്ടും? x cube equal to a എന്ന് കിട്ടും, which implies x equal to a raised to 1/3. Okay. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ ആരൊക്കെ? f of minus infinity, f of a raised to 1/3, f of infinity കൺസിഡർ ചെയ്യാൻ. അപ്പോൾ f of minus infinity ന്റെ സൈൻ ചേഞ്ച് നോക്കൂ. നമുക്ക് പോസിറ്റീവ് കിട്ടും, കാരണം മൈനസ് ഇൻഫിനിറ്റി ഓർഡർ 4 plus 4a infinity plus b എന്നല്ലേ? raised to 4 ആയതുകൊണ്ട് അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ഓർഡർ 4 മൈനസ് എന്താണ്? പ്ലസ് ആവും അല്ലേ? raised to 4 അത് ഇത് പോസിറ്റീവ് എന്ന് വരും. f of infinity പോസിറ്റീവ് എന്ന് വരും. a raised to 1 f of a raised to 1/3 കാണുമ്പോൾ എന്ത് കിട്ടും? -3. ഓക്കെ, നമുക്ക് കാണാം a raised to 4/3 minus 4a raised to 1/3 plus b അല്ലേ? is equal to a raised to 4/3 minus 4a raised to 4/3 plus b. ഒരു a
വൈഫൈ ആണല്ലോ. ദിഗ്ഗി പോയതാ നോക്ക്. എനിക്ക് എന്നിട്ട് വൈഫൈ ആയിട്ടാണ്